നഷ്ടം രേഖപ്പെടുത്താൻ തഹസിൽദാർ കേൾക്കണ്ട. നഷ്ടം രേഖപ്പെടുത്താൻ ഉടനടി വില്ലേജ് ഓഫീസർമാരെ നിയോഗിച്ച് ഇന്ന് 12 മണിക്കുള്ളിൽ ഇവരുടെ നഷ്ടം രേഖപ്പെടുത്തണം. ദുരന്ത നിവാരണ കമ്മിറ്റിയിൽ അത് തഹസിൽദാർ അവതരിപ്പിക്കണം. കളക്ടറുടെ ഫണ്ടിൽ നിന്ന് ഉടനടി ഇവർക്ക് ദുരിതാശ്വാസം അനുവദിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മഴ നമ്മൾ വിചാരിച്ചതിലും അതിശക്തമായിട്ട് പെയ്തു. അപ്പോൾ ടൗണിലെ കാനകൾക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം വെള്ളം വന്ന് തള്ളി. അത് റോഡും ഉയരം കൂടിയോടുകൂടി വീടുകളിലേക്ക് കയറുകയാണ് ഉണ്ടായത്. എന്തായാലും ഇത് അടിയന്തരമായി പരിഹരിക്കും. ഇവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. ഈ മഴ കനക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ട് ഡ്രൈനേജ് സംവിധാനം മുഴുവൻ ചെയ്യുന്നതിലൊക്കെ വലിയ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപന ചട്ടം നിലവിലുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം 6 തവണ നമ്മൾ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നതാണ്. ഈ വർഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപന ചട്ടം ഉള്ളത് കൊണ്ട് അത്തരത്തിൽ യോഗം ചേർന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ആ യോഗം ചേർന്നതിന് ശേഷം കാനകൾ വൃത്തിയാക്കുന്ന പണിയും മറ്റും ആരംഭിക്കുന്നതിന് മുമ്പാണ് ഈ മഴ പെയ്തത്. അല്ല, ഇപ്പൊ വളരെ ഇപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ അത് ശരിക്കും അലവർഷം തുടങ്ങിയിട്ടില്ല, മഴ ശരിക്കും തുടങ്ങിയിട്ടില്ല. അല്ല, ഇതൊരു പ്രത്യേക അവസ്ഥയാണ്. തൃശ്ശൂര് ഈ ഭാഗത്ത് നിരന്തരം അശ്വനി ഹോസ്പിറ്റലിന് പിന്നിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പോകണമെങ്കിൽ നമുക്ക് വലിയ കാനകൾ ഒന്നുകൂടി ആഴം വർദ്ധിപ്പിക്കണം. അതിനുള്ള ഉത്തരവ് ഇന്ന് തന്നെ കൊടുക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവർക്ക് റേഷൻ, മറ്റ് ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കമ്മ്യൂണിറ്റി ക്യാമ്പിലേക്ക് ഇവരെ മാറ്റണമെങ്കിൽ ഉടനെ ഒരു സെന്റർ കണ്ടുപിടിക്കണം. എത്രയും വേഗം ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം. നഷ്ടം രേഖപ്പെടുത്താൻ തഹസിൽദാർ കേൾക്കണ്ട. നഷ്ടം രേഖപ്പെടുത്താൻ ഉടനടി വില്ലേജ് ഓഫീസർമാരെ നിയോഗിച്ച് ഇന്ന് 12 മണിക്കുള്ളിൽ ഇവരുടെ നഷ്ടം രേഖപ്പെടുത്തണം. ദുരന്ത നിവാരണ കമ്മിറ്റിയിൽ അത് തഹസിൽദാർ അവതരിപ്പിക്കണം. കളക്ടറുടെ ഫണ്ടിൽ നിന്ന് ഉടനടി ഇവർക്ക് ദുരിതാശ്വാസം അനുവദിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം.